രാഹുൽ മാങ്കൂട്ടം വിവാദം പോലെയല്ല കേട്ടോ സ്വർണ്ണപ്പാളി വിവാദം എന്ന് പറയുന്നത്. ആ വിവാദത്തിൽ അകത്തായിരിക്കുന്നതേ ചെറിയ മീനുകളല്ല, പത്മകുമാറും വാസുവുമാണ്. രണ്ടുപേരും പേരെടുത്ത CPM നേതാക്കളാണ്. അത് ചെറിയ പ്രതിസന്ധിയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല ഒരു വലിയ വിവാദ വിഷയമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തങ്ങൾക്കെതിരാകുമെന്ന് ഉത്തമ ബോധ്യം CPM-ന് ഉണ്ട് താനും. ആ സമയത്താണ് ED ഇറങ്ങിയിട്ട് കിഫ്ബിയുടെ ഒരു നോട്ടീസ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ CPM-ന്റെ നേതാക്കൾ രംഗത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങളെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി പീഡിപ്പിക്കുകയാണ്. ആ മുതലക്കണ്ണീർ ഒഴുക്കാനുള്ള വഴി വെട്ടാൻ തയ്യാറായി ആദ്യം തന്നെ കോൺഗ്രസും വന്നു. പക്ഷേ ഇതിനകത്ത് അപകടകരമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസ് വളരെ പെട്ടെന്ന് തന്നെ കളം വിട്ടു. എന്താ സംഭവിക്കുക? കേന്ദ്ര സർക്കാർ ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാദങ്ങളെയൊക്കെ മാറ്റിവെച്ച്, ഈ പറയുന്ന സ്വർണ്ണപ്പാളി വിവാദം അടക്കം ഉള്ള കാര്യങ്ങളെ മാറ്റിവെച്ച് വീണ്ടും തങ്ങൾക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കാമെന്ന് തന്നെയാണ് CPM പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നിഷ്കളങ്കനായ തോമസ് ഐസക് ആ രാഷ്ട്രീയം വളരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞുപോയി എന്നുള്ളതാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? നോക്കൂ, ഈ കേരളത്തിന്റെ വികസനത്തിനെ മുരടിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്, അതിനൊത്താശ ചെയ്തു കൊടുക്കുന്നത് UDF-ഉമാണ്. അങ്ങനെ ഒരു പ്രചരണായുധം ഞങ്ങൾക്ക് ഇതാ കിട്ടിയിരിക്കുന്നു, ഞങ്ങൾ അതുമായി രംഗപ്രവേശനം ചെയ്യാൻ പോവുകയാണെന്നാണ് തോമസ് ഐസക് ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. എന്താണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇതെന്തുകൊണ്ട് വൈകുന്നു എന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഓരോ നോട്ടീസ് ഇങ്ങോട്ട് വരാറുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ED നോട്ടീസും വന്നിരിക്കുന്നത്. ഈ കടലാസ് എന്താ ഇത്രയും വൈകിയത് എന്നാണ് ഞങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനൊരു കടലാസ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് അങ്ങോട്ട് രംഗപ്രവേശനം ചെയ്യാം, കേന്ദ്ര സർക്കാർ ഞങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് മുതലക്കണ്ണീർ ഒഴുക്കാം. നോക്കൂ, ഇത് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ സംസ്ഥാനത്ത് LDF-നെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ആയുധങ്ങൾ നിരന്തരം കയ്യിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഏജൻസിയായിട്ട് ED മാറിയിട്ടുണ്ട്. ED കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ സർക്കാരിന് അനുകൂലമായിട്ടാണ് എന്നൊരു വിചിത്രമായ രാഷ്ട്രീയമുണ്ട്. അത്